പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 7-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹവും നന്മയും സന്തോഷവും ആയുരാരോഗ്യ സൗഖ്യവും ഉയരത്തിൽ നിന്നും ദൈവം തമ്പുരാൻ ധാരാളമായി ചൊരിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 27-ാം വാക്യം. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 4 വേഴ്സ് 27 നാം ഇങ്ങനെ വായിക്കുന്നു: ഔവണ്ണം എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. നാം വായിച്ചു കേട്ട ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ പശ്ചാത്തലം ഇന്നലത്തെ ജീവജലത്തിൽ യെശയ്യാ പ്രവാചകനിൽ കൂടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചു പറഞ്ഞ യേശുവിന്റെ നസ്രത്ത് മാനിഫെസ്റ്റോയ്ക്ക് ശേഷം യേശു ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. യേശു തന്നെക്കുറിച്ച് തന്നെ എഴുതിയിരുന്ന യെശയ്യാ പ്രവാചകന്റെ ഭാഗം വായിച്ച് സ്വസ്ഥാനത്ത് മടങ്ങി വന്നിരുന്നപ്പോൾ ജനം അതിശയിച്ചു. ഇവൻ യോസഫിന്റെ മകനല്ലയോ? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ ശക്തമായി തമ്മിൽ ഉയർന്നപ്പോൾ യേശു പറയുകയാണ്, ഒരു പ്രവാചകനും സ്വന്തം നഗരത്തിലല്ലാതെ വേറെങ്ങും ഈ നിലയിലുള്ള ഒരനുഭവം ഉണ്ടാവുകയില്ല. അങ്ങനെ പറഞ്ഞിട്ട് യേശു ഏലിയാവിനെയും ഏലിശയെയും അതിന് തിരഞ്ഞെടുക്കുകയാണ്. അതെ, എന്നെ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതിനുദാഹരണമായി, അതെ, പഴയ നിയമ ഭാഗം പ്രത്യേകിച്ച് യഹൂദന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, ധാരാളം വിധവമാർ, സ്ത്രീകൾ, ആളുകളൊക്കെ ഉണ്ടെങ്കിലും സരെഫാത്തിലെ വിധവയാണ് ഏലിയാവിനെ പോറ്റുവാൻ ദൈവം തിരഞ്ഞെടുത്തത്. ഔവണ്ണം തന്നെ ഏലിശയുടെ കാലത്ത് ഇസ്രയേലിൽ ധാരാളം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇസ്രയേലിലെ കുഷ്ഠരോഗികൾ ആരും തന്നെ സൗഖ്യം പ്രാപിച്ചതായി നാം തിരുവെഴുത്തുകളിൽ കാണുന്നില്ല. പിന്നെയോ 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന അരാം രാജാവിന്റെ സർവ്വ സൈന്യാധിപനായിരുന്ന നയമാൻ മാത്രമേ വിടുതൽ പ്രാപിച്ചതായി കാണുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന, നമ്മൾ ഒത്തിരി കാര്യങ്ങളിൽ പാരമ്പര്യവും ന്യായങ്ങളും ഉപന്യായങ്ങളും ഒക്കെ പറയും. പക്ഷേ ദൈവത്തിന്റെ ഹിതം തന്റെ കുഞ്ഞുങ്ങളിൽ നിറവേറുവാൻ ദൈവം ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പറയുകയാണ്, ഏലിശ ഇസ്രയേലിലായിരുന്നു. പക്ഷേ ഇസ്രയേലിൽ ധാരാളം കുഷ്ഠരോഗികൾ ഉണ്ടായിരിക്കെ ഒരു കുഷ്ഠരോഗിക്ക് പോലും ഏലിശയിൽ കൂടെ വിടുതൽ കിട്ടുവാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എന്നാൽ സിറിയക്കാരനായ നയമാന്, അതും എങ്ങനെയാണ്? ഇതാ, ഒരു അടിമ പെൺകുട്ടിയുടെ വാക്കിനാൽ ഈ മനുഷ്യൻ ഏലിശയുടെ അടുക്കൽ വരികയും, അതിന്റെ ചരിത്രങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ ഏലിശ പറഞ്ഞത് ആദ്യം അനുസരിക്കുവാൻ വൈമുഖ്യത കാണിച്ചുവെങ്കിലും
പിന്നീട് അതനുസരിച്ചപ്പോൾ ഇതാ നയമാന് സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ ഇസ്രയേലിൽ ധാരാളം കുഷ്ഠരോഗികൾ ഉണ്ടായിട്ടും അരാം രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപനായ നയമാന് മാത്രമേ ഈ എലിശയിൽ കൂടെ കുഷ്ഠരോഗത്തിനും വിടുതൽ കിട്ടുവാൻ ദൈവം ഇടപെട്ടുള്ളൂ, നിയോഗിച്ചുള്ളൂ, ഭാഗ്യമുണ്ടായുള്ളൂ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമുക്ക് ചുറ്റും അനേക കാര്യങ്ങൾ നടന്നാലും എന്തെല്ലാം സംഭവിച്ചാലും തമ്പുരാൻ നമ്മിൽ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ആരെല്ലാം എന്തെല്ലാം ചെയ്താലും മാറ്റുവാനും പറ്റത്തില്ല, നേരത്തെ ആക്കുവാനും പറ്റത്തില്ല, പിന്നീടാക്കുവാനും പറ്റത്തില്ല. ദൈവം നിയോഗിച്ചവരുടെ മേൽ ദൈവപ്രവൃത്തി ചെയ്തെടുക്കും. അതുകൊണ്ട് അതിനോട് ചേർന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഇന്ന സഭയിലെ അംഗമാണ്, ഇന്ന ശുശ്രൂഷകൾ ചെയ്യുന്നു, അതുകൊണ്ട് എനിക്ക് ഇന്ന നിലയിൽ അനുഗ്രഹവും വിടുതലും സൗഖ്യവും ഒക്കെ ഉണ്ട് എന്ന് അവകാശപ്പെട്ടാലും അത് നമ്മിൽ പ്രാവർത്തികമാക്കുവാൻ, അത് നമ്മിൽ വിടുതലായി ഭവിക്കുവാൻ തമ്പുരാനും കൂടെ തീരുമാനിക്കണം. അത് വളരെ ഗൗരവമായി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും വ്യക്തിപരമായി യേശുവിനെ അറിയണം. എന്റെ പിതാവ്, എന്റെ മാതാവ് യേശുവിനെ അറിയുകയും കർത്താവിൽ കൂടെ ജീവിക്കുകയും രക്ഷിക്കപ്പെടുകയും നിത്യതയിൽ എത്തുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മക്കളായ ആരും, കൊച്ചുമക്കളായ ആരും ആ കെയർ ഓഫിൽ സ്വർഗത്തിൽ പോവുക ഇല്ല. ഇന്നത്തെ വാഗ്ദത്ത വചനം വളരെ ശക്തമായ ഒരു ദൂതാണ് നമ്മോട് സംസാരിക്കുന്നത്. ഓർക്കുക, ഒരു കെയർ ഓഫിലും എനിക്ക് നിങ്ങൾക്കും വിടുതൽ ഉണ്ടാവുകയില്ല, രക്ഷ പ്രാപിക്കുകയില്ല, സ്വർഗത്തിൽ പോവുകയില്ല. നമ്മുടെ പുണ്യപ്രവൃത്തികളെല്ലാം കറ പുരണ്ട തുണി പോലെ അത്രയെന്ന് ദൈവവചനം പറയുന്നു. പക്ഷേ ദൈവം തിരഞ്ഞെടുത്ത് ദൈവിക പദ്ധതി നമ്മിൽ പ്രാവർത്തികമായാൽ നിശ്ചയമായും അനുഗ്രഹവും വിടുതലും പ്രാപിക്കും എന്നതിന് രണ്ട് പക്ഷമില്ല എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ യേശു പറയുകയാണ്. നിങ്ങൾ ഈ വാക്യം ആവർത്തിച്ചു വായിച്ച് അതിന്റെ അർത്ഥം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇസ്രയേലിൽ ധാരാളം കുഷ്ഠരോഗികൾ ഉണ്ടായിരിക്കെ പ്രവാചകനായ ഏലിശ അനേക അത്ഭുത പ്രവൃത്തികൾ ചെയ്ത ദൈവഭക്തനായ പ്രവാചകൻ അവിടെ ഉണ്ടായിരിക്കെ ഇസ്രയേലിലെ ഒരു കുഷ്ഠരോഗിക്കും വിടുതൽ കിട്ടുവാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. അതിന് ഭാഗ്യമുണ്ടായത് സിറിയക്കാരനായ അരാം രാജാവിന്റെ സൈന്യാധിപനായ നയമാനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയുന്ന പാരമ്പര്യങ്ങളും ആത്മീയ പശ്ചാത്തലങ്ങളും നമ്മൾ കൊടുത്തതും ചെയ്തതും ഇതൊന്നും നമ്മുടെ രക്ഷയ്ക്കും നമ്മുടെ വിടുതലിനും ഉതകുകയില്ല. നിങ്ങൾ ഏത് പ്രവൃത്തി എന്ത് ചെയ്താലും ഒരിക്കലും അത് ഉതകുകയില്ല. മറിച്ച് അനുഗ്രഹമാകണമെങ്കിൽ, വിടുതൽ പ്രാപിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ പൈതലാകണം. അതെ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം പറയുന്ന പോലെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അനുവാദവും അവകാശവും അധികാരവും ലഭിച്ചിട്ടുണ്ട്. അത് പ്രാപിച്ചാൽ മാത്രമേ വിടുതൽ സ്വായത്തമാക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും കുടുംബ പാരമ്പര്യവും കുടുംബ പശ്ചാത്തലവും ഞങ്ങളുടെ സ്ഥലത്താണ് പള്ളിയിരിക്കുന്നത്, ഞങ്ങളാണ് കുരിശുമൂട് പണിയുവാൻ സ്ഥലം കൊടുത്തത്, ഞങ്ങളാണ് ഈ വർഷത്തെ കൺവെൻഷൻ സ്പോൺസർ ചെയ്തത്, ഞങ്ങളാണ് ഇന്ന കാര്യങ്ങൾ സഭയിൽ ചെയ്യുന്നത്, ഞങ്ങളില്ലെങ്കിൽ ഞങ്ങളുടെ സഭയില്ല, പൂട്ടിപ്പോകും എന്നൊക്കെ ചില മിഥ്യാധാരണകളും വിഡ്ഢി സ്വർഗത്തിലുമായി ജീവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇന്നത്തെ വാഗ്ദത്ത വചനം വളരെ വ്യക്തമായി ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പാരമ്പര്യങ്ങളും നമ്മൾ ചെയ്തു വരുന്നതും നമ്മൾ പുലർത്തുന്നതും ഒന്നുമല്ല. തമ്പുരാൻ നമ്മളെ തിരഞ്ഞെടുക്കണം, തമ്പുരാൻ നമ്മളെ അറിയണം, തമ്പുരാൻ നമ്മളെ കാണണം. അതെ, പഴയ നിയമത്തിലെ ഏറ്റവും ശക്തന്മാരായ 2 പ്രവാചകന്മാരെ യേശു കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഏലിയാവിന്റെ കാലത്ത് അനേക ആൾക്കാരുണ്ടെങ്കിലും
സാരെഫാത്തിലെ വിധവയാണ് തമ്പുരാൻ തിരഞ്ഞെടുത്തത്. ഔവണ്ണം തന്നെ ഏലിശയുടെ കാലത്തും അനേകർ ഇസ്രയേലിൽ കുഷ്ഠരോഗികളായിട്ടുണ്ടായിരുന്നുവെങ്കിലും ഹല്ലേലൂയ വിടുതലിന് ഭാഗ്യമുണ്ടായത് സിറിയക്കാരനായ, അതെ, അനുസരിക്കുവാൻ തയ്യാറാകാതെ നിന്ന, അഹങ്കാരിയായി നിന്ന, മറുത്തു പറഞ്ഞ, ഞങ്ങളുടെ നാട്ടിൽ പേരുകെട്ട അബാനയും പർപ്പരും നദികളുണ്ട്, പിന്നെ ഒരു കൈവഴി പോലെ ഒഴുകുന്ന ഈ യോർദാനിൽ ഞാൻ മുങ്ങണമോ, അതും 7 പ്രാവശ്യം? ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിച്ച അതേ നയമാനാണ് വിടുതൽ കിട്ടുവാൻ ദൈവം വഴിയൊരുക്കിയത്. ഇന്ന് എന്റെയും നിങ്ങളുടെയും വിടുതലിന്റെ കുഴപ്പം എന്താണ്? എവിടെയാണ് പ്രശ്നം? കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ, കുടുംബകാര്യത്തിൽ, ആരോഗ്യകാര്യത്തിൽ നാം ചില നാളുകളായി മുട്ടിപ്പായി ഉപവസിക്ക് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് വിടുതൽ ലഭിക്കാത്തതിന്റെ കാരണം എന്താണ്? ഇത് തന്നെയാണ് കാരണം. അനുസരിക്കുവാൻ തയ്യാറല്ല, വിശ്വസിക്കുവാൻ തയ്യാറല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ള ബോധ്യത്തോടെ വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. മറിച്ച് നമ്മുടേതായ ഒത്തിരി കാര്യങ്ങൾ കർത്താവിനോട് പറഞ്ഞു നിൽക്കുകയാണ്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബെഥേസ്ദ കുളക്കരയിൽ 38 സംവത്സരമായി ഹല്ലേലൂയ പക്ഷവാതം പിടിച്ചു കിടന്ന ആ രോഗിയോട് യേശു ചോദിച്ചു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? അദ്ദേഹം എനിക്ക് മനസ്സുണ്ട്, മനസ്സില്ല എന്നല്ല പറഞ്ഞത്. എനിക്ക് മുൻപേ ഈ ദൂതൻ വന്ന് കുളം കലക്കുമ്പോൾ അടുത്ത ആൾ ഇറങ്ങുകയാണ്, എന്നെ ഇറക്കുവാൻ ആരുമില്ല. നമ്മുടെ പ്രശ്നം ഇവിടെയാണ്. നമ്മുടെ വിടുതലിന്റെ തടസ്സം ഇവിടെയാണ്. വേണ്ടതിനല്ല മറുപടി കൊടുക്കുന്നത്, വേണ്ടതല്ല നാം ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഒരു ലോകത്തിൽ ജീവിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം എങ്ങനെയാ തരുന്നത്? അല്ല, വചനമനുസരിച്ച്, വചനപ്രകാരം, വചന ക്രമീകരണത്തിൽ കൂടെ പോകുമ്പോൾ നിശ്ചയമായും വിടുതൽ കിട്ടും. ഇസ്രയേല്യർ ഏലിശയുടെ ഉണ്ടായിട്ടും കുഷ്ഠരോഗബാധിതരായി പാളയത്തിന് പുറത്ത് കിടക്കുമ്പോൾ ഹല്ലേലൂയ ജാതിയിൽപ്പെട്ടവൻ ഏലിശയുടെ അടുക്കൽ വന്ന് ഇസ്രയേലിലെ നദിയായ ഈ ജോർദാനിൽ മുങ്ങി വിടുതലോടെ തങ്ങളുടെ ദേശത്ത് മടങ്ങിപ്പോയി. മറന്നു പോകരുത്. ഇപ്പോഴും പാരമ്പര്യവും ആത്മീയ പശ്ചാത്തലവും ചെയ്തതും കൊടുത്തതും പറഞ്ഞ് നമ്മള് പഴയ ഭാരവും രോഗവും ദുഃഖവും നിരാശയും പ്രതികൂലവും പറഞ്ഞ് പിറുപിറുത്ത് കുറ്റം പറഞ്ഞിരിക്കുകയാണ്. യേശു പറയുകയാണ്, ഇതാണ് നിങ്ങളുടെ അവസ്ഥ. താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ അവർ യേശുവിന് നേരെ കോപിച്ചു. അവർ പള്ളിയിരിക്കുന്ന ആ മലയുടെ മുകളിൽ നിന്നും യേശുവിനെ തള്ളിയിടുവാൻ ശ്രമിച്ചു. ഇതിന്നും നടക്കുകയാണ്. സത്യം പറയുന്നവരെ, വ്യക്തമായി വചനം പറയുന്നവരെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മളെ സന്തോഷിപ്പിച്ച് അതും ശരിയാ ഇതും ശരിയാ എന്ന് പറയുന്നവരെ വളരെ തൃപ്തിയാണ്. അത് പിശാചിന് മാനിപ്പുലേറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റിയിരിക്കുകയാ. അങ്ങനെയല്ല പ്രിയമുള്ളവരെ. ഇഷ്ടമുള്ള വചനം കേൾക്കുന്നവർക്ക് ധാരാളം പേരുണ്ട്, ലൈക്കും കമന്റും വ്യൂവേഴ്സും ഉണ്ട്. സത്യവചനം പറയുന്നവർക്ക് ഇതൊന്നുമില്ല. പക്ഷേ തമ്പുരാൻ എന്നെയും നിങ്ങളെയും അറിയുന്നു. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മുടെ പ്രശ്നത്തിന്റെ കാരണം എന്താ, നമ്മുടെ വിഷയം എന്താ, സ്വയം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയോടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. നമ്മുടെ കയ്യിൽ ലഭിക്കപ്പെട്ട ദൈവവചനത്തിന്റെ വിടുതൽ എനിക്കും നിങ്ങൾക്കും പ്രാപിക്കണം. മറ്റാൾക്കാരും പ്രാപിച്ചോട്ടെ. പക്ഷേ ഇത് ചുമ്മിക്കൊണ്ട് നടന്നിട്ട് ഞാനത് പ്രാപിക്കാതെ ഇരുന്നാൽ ഇത് ചുമ്മിയിട്ട് എന്ത് കാര്യം? ഇടവിടാതെ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം? ആത്മീയ പാരമ്പര്യം പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് ഞാനും നിങ്ങളും പ്രാപിച്ചെടുക്കണം. അതുകൊണ്ട് ഈ 7-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവമക്കളെ, നിങ്ങളുടെ ഭാരം, നിങ്ങളുടെ പ്രയാസം,
നിങ്ങളുടെ വിഷമം, നിങ്ങളുടേതായിട്ടുള്ള എല്ലാ അവസ്ഥകളും മാറ്റുവാൻ കർത്താവ് മതിയായവനാ. അത് നിങ്ങൾ ഏറ്റുപറയുന്ന യേശു നിങ്ങളോട് കൂടെയുണ്ട്. പക്ഷേ അത് പ്രാപിച്ചെടുക്കുന്നത് അവരവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. ആ ബന്ധം ശക്തമാക്കി ദൈവകൃപ പ്രാപിച്ച് വിടുതൽ പ്രാപിപ്പാൻ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ, ഹൃദയങ്ങളെ ഒരുക്കട്ടെ. ആത്മാർത്ഥമായി വചനപ്രകാരം ദൈവസന്നിധി വിടുതൽ പ്രാപിപ്പാൻ നമ്മെ ദൈവവരങ്ങൾ ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ ഒരു പുത്തൻ പ്രഭാതം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങൾ പാരമ്പര്യങ്ങളും ആത്മീയ പശ്ചാത്തലങ്ങളും ചെയ്ത ശുശ്രൂഷകളും ഒക്കെ പറയുമ്പോൾ ഞങ്ങൾ വിടുതലില്ലാതെ, സൗഖ്യമില്ലാതെ, വിമോചനമില്ലാതെ, അനുഗ്രഹമില്ലാതെ വല്ലാതെ കറങ്ങി തകർന്നു നടക്കുന്ന അവസ്ഥയിലാണല്ലോ. എന്നാൽ സിറിയക്കാരനായ നയമാൻ ഇസ്രയേലിൽ വന്ന് ഇസ്രയേലിയ നദിയിൽ നിന്നും ഇസ്രയേലിയ പ്രവാചകനിൽ കൂടെ വിടുതൽ പ്രാപിച്ച അത്ഭുത വാർത്ത ഇന്ന് ഞങ്ങളെ വീണ്ടും കേൾപ്പിച്ചതിനായി സ്തോത്രം. ആകയാൽ ഞങ്ങളുടെ കയ്യിൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന വചനത്താൽ, യേശുവിനാൽ, പരിശുദ്ധാത്മാവിനാൽ വിടുതലും സൗഖ്യവും അനുഗ്രഹവും പ്രാപിച്ച് ദൈവകൃപയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ദിനം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലിനും അനുഗ്രഹത്തിനും നാന്ദി കുറിക്കട്ടെ. എങ്ങനെയാണത്? ലഭിക്കപ്പെട്ട ദൈവവചനത്തിൽ അടിയുറച്ചു വിശ്വസിക്കുക, വചനത്തിൽ ആഴത്തിൽ പഠിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. തമ്പുരാൻ നമ്മെ തിരഞ്ഞെടുക്കട്ടെ. ആ ഭാഗ്യവാനും ഭാഗ്യവതിയും നമ്മളുമായി തീരട്ടെ. അങ്ങനെ വിടുതലോടെ, സൗഖ്യത്തോടെ, അനുഗ്രഹത്തോടെ കർത്താവിനെ സേവിച്ച് ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന്റെ ഉത്തമ സാക്ഷികളാകുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് us all.